നമ്മളെ ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്സ്. നമ്മുടെ ടിക്കറ്റ്സ്. നമുക്ക് ഇതുവഴി അകത്തോട്ട് പോവാം. അപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറുകയാണ്. പട്ടായ അണ്ടർ വാട്ടർ വേൾഡിൻ്റെ അകത്തോട്ട് ഇനി അകത്തെ കാഴ്ചകളിലോട്ട് പോവാം. ഇവിടെ കുറച്ച് ടോയ്സ് ഐറ്റംസൊക്കെ കുട്ടികൾക്ക് മേടിക്കാൻ വേണ്ടിയുണ്ട്. ടിക്കറ്റ്സ് കൊടുത്തു. അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തെല്ലാം മീനുകളുണ്ട്. ഫിഷിന് ഫുഡ് കൊടുക്കാനാണ് 20 ബാത്ത്, അതായത് 10 ബാത്തിൻ്റെ 2 കോയിനിട്ട് 20 നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യാം. ഇവിടെ പൈത്തൺ ഉണ്ട്, ഒരു യെല്ലോ പൈത്തൺ. പിന്നെ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാം. നമ്മുടെ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന 100 ബാത്ത്, അവരെടുത്തിരുന്നതിന് 200 ബാത്ത്. അവർ ഈ ഫോട്ടോയും തരും. ഇതാണ് ആൾ. ഇതാണ് പൈത്തൺ. അത് ഉറക്കമാണ്. ഇവിടെയും കുറേ മീനുകളുണ്ട്. ഇത് പാരറ്റോ അങ്ങനത്തെ എന്തോ ഫിഷാണ്. ബ്ലഡ് റെഡ് പാരറ്റ്. അത് നമ്മൾ കാണുന്ന സ്ഥിരം മീൻ. നമ്മളടുത്ത് ടണലിൻ്റെ അകത്തോട്ട് കയറുകയാണ് ഗൈസ്. ഇതാണ് ടണല്. നമുക്കിനി അകത്തോട്ട് പോകാം. അകത്ത് ഭയങ്കര ഇരുട്ടാണ്. നമ്മളടുത്ത ടണലിലോട്ട് കയറുകയാണ്. ഇതാണ് ടണല്. വലിയൊരു ടണലാണ്. മുകളിൽ ഫുൾ വെള്ളമാണ്. ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടോ? രണ്ട് സൈഡും നമുക്ക് മീനുകളെ കാണാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ടണലിൻ്റെ അകത്ത് നിൽക്കുകയാണ്. ടണലാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫുൾ ഫിഷ് നമുക്ക് കാണാം. ടണലിൻ്റെ അകത്തൂടെ കയറി ഇപ്പുറത്തോട്ട് ഇറങ്ങും. മെയിൻ അട്രാക്ഷൻസ് ഈ ടണലാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ കുറച്ച് സംഭവങ്ങൾ, കുട്ടികൾക്കുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാൻ വെച്ചിട്ടുണ്ട്.
ടോയ്സ് ഐറ്റംസ് അങ്ങനെയുള്ള സംഭവം. ഇതൊക്കെ ഇവിടെ മേടിക്കാനുള്ള സാധനങ്ങൾ, കുട്ടികളുടെ ടോയ്സ് ഐറ്റംസ് അങ്ങനെയുള്ള സംഭവം. ടൈഗറാണ് ഇവിടുത്തെ രണ്ടാമത്തെ അട്രാക്ഷൻ. എലിഫൻറ്റ് ടൈഗർ എന്നാണ് നമ്മൾ അടുത്ത ടണലിലോട്ട് കയറിയത്. രണ്ടാമത്തെ ടണലിൽ കുറച്ച് ബിഗ് ഫിഷസ് ആണ് തോന്നുന്നു. ഷാർക്കാണ്, ഇതിന് ഷാർക്കാണ്. That you should know I've been going solo. Want my love, baby, earn it. Yeah, dancing on my own. See if you can follow. Got me feeling alive. Watch me go, lose control. Is this real? All I feel. Freak the signs. Every time, let's be real, be real, be real. I do what I want. ഇതാണ് നമ്മുടെ അണ്ടർ വാട്ടർ വേൾഡിൻ്റെ കുറച്ച് കാഴ്ചകൾ. എനിക്കൊണ്ട് ഇത്രയും സംഭവങ്ങളെ ഉള്ളതെന്ന് തോന്നുന്നു. കുറച്ച് ടണലും വലിയ ബിഗ് ഫിഷസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലും നമ്മൾ കണ്ടത്. പിന്നെ കുറച്ച് ടോയ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേടിക്കാനുള്ള ഷോപ്പുകളും കണ്ടായിരുന്നു. ഇത് പഴുതാര അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് അങ്ങനെ കണ്ടുകൂടാ. ഇവിടെ എന്തോ ഉണ്ട്. ആക്രോ ബോൾട്ട് ബ്ലൂ തറാൻറ്റുള്ള എനിക്കൊണ്ടതാ വലയ്ക്കകത്തുള്ളതാണെന്ന് തോന്നുന്നു. കണ്ടുകൂടാ. തെലന്തി എന്ന് പറയുന്ന സാധനത്തിനെ എനിക്കിഷ്ടമല്ല. സ്കോർപ്പിയൊക്കെ ഇവിടെ പോയുണ്ട്. ഇവിടെ ഒരു സ്പൈഡറുണ്ട്, ഒരു തറാൻറ്റുള്ള. അല്ല, ഇത് ആർക്കും സിൽവർ ഗ്രേ എന്ന് പറയുന്ന ഒരു സ്പൈഡർ. കണ്ട വലിയ പൈസ. എന്താ നമ്മുടെ ടോർട്ടോയ്സ്, കുഞ്ഞൻ ടോർട്ടോയ്സ്. ഈ സൈഡ് വരുമ്പോൾ ഇതാ ഇവിടെ ഒരു ബിയർ ഡ്രാഗൺ എന്നാണ് കൊടുത്തിരിക്കുന്ന പേര്. ഇവിടെയും കിടക്കുന്നു. ഇവിടുത്തെ ആളെ കാണാനില്ല. സംഭവം ഇതാണ് ജീക്കോ. ജീക്കോ അതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ടോ? ജീക്കോ അതിൻ്റെ ഇടയിലുണ്ട്. ഇതാറിലാണ് കിടക്കുന്നത്. ഇവിടെ ഉണ്ട്. ഇതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതാ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതൊന്നുമില്ല. കെമിലിയ ഫോഗ്, ഗ്രീൻ ഹോൺ ക്രോപ്പ്, വേറെ ക്രോപ്പ്. ഇതാ ഒരു ഫ്രോഗ്. ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ ബോൾസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് പിള്ളേർക്കുള്ള ടോയ്സ് സംഭവങ്ങൾ. കോയിനുള്ളി 10 baht. ബോൾ എടുക്കാനുള്ള മെഷീൻ. ഇത് നമ്മളെ ബൗൺസിങ് ബോൾ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ. ഇത് 20 baht. ഇവിടെ ജ്യൂസ്, വാട്ടർ അതെല്ലാം കിട്ടും. സ്നാക്സ് ഐറ്റംസ് അതെല്ലാം ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ പട്ടായ അണ്ടർവേൾഡിലെ കാഴ്ചകൾ. നമുക്ക് കുറേ ഫിഷസിനെ കാണാൻ പറ്റും. പിന്നെ കുറച്ച് റെപ്റ്റൈൽസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും. വെർത്താണോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് വെർത്താണ്. നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. അപ്പം കുഴപ്പമില്ല. നിങ്ങൾ വരുമ്പം പട്ടായയിൽ വരുമ്പം വിസിറ്റ് ചെയ്യാൻ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഓക്കെ, നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. അടുത്ത സ്ഥലം നമ്മൾ അവിടെ ചെന്ന് കാണിക്കുന്നതായിരിക്കും.
ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇവിടുന്ന് എനിക്ക് വേണ്ട പാസ് എടുക്കണമെന്ന് തോന്നുന്നു. ഞാൻ ലാസ്റ്റ് ടൈം തായ്ലാൻഡിൽ നിന്ന് 2019 തോന്നുന്നു. സോ നമുക്ക് പാസ് എടുക്കണമായിരിക്കും. സോ നമ്മൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ കാഴ്ചകളായിരിക്കും. ഇവിടെയുള്ള ഷോപ്പുകളും പിന്നെ എന്താണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നൊക്കെ ഉള്ളതായിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. സോ ഇതാണ് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ. അവിടെയാണ് നമ്മൾ വണ്ടി വെച്ചത്. നമ്മളെ സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്തത്. ആ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടെ ഒരു വലിയൊരു ബോട്ടിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. ഇത് ഫുൾ ആൾക്കാർ ഈ ബസ്സിൽ വന്ന് ഇറങ്ങുന്ന എല്ലാം ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നവരാണ്. മിക്ക ടൂറിസ്റ്റുകളും വരുന്നൊരു സ്പോട്ടാണ് ഈ പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ജ്യൂസ് ഐറ്റംസ് അങ്ങനെ സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താലേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. നല്ല റഷുണ്ട്. ഇതൊക്കെ ഗ്രൂപ്പ് ബുക്കിംഗ് ആയിരിക്കും. ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. എൻട്രൻസ് അവിടെയാണെങ്കിൽ ടിക്കറ്റ് കുറച്ച് പുറത്തോട്ട് മാറിയാണ്. പിന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ടിക്കറ്റ്സ് നിയർ ആമസോൺ കഫേ എന്ന് പറഞ്ഞു. സോ നമ്മൾ ടിക്കറ്റ്സ് എടുക്കുന്നതിൻ്റെ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. സോ ഒരു രക്ഷയില്ലാത്ത ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നമ്മൾ ഈവൻ വണ്ടിയിൽ ട്രാവൽ ചെയ്താൽ പോലും ഭയങ്കര ഒരു ചൂട് കാറ്റാണ് അടിക്കുന്നത്. നല്ല രീതിയിൽ ടാൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര ഹോട്ട് ക്ലൈമറ്റ് ആയിപ്പോയി നമ്മൾ വന്നത്. കുഴപ്പമില്ല, നമുക്ക് ഓരോന്ന് കണ്ട് എൻജോയ് ചെയ്യാമല്ലോ, അത്ര തന്നെ. സോ ഇതാണ് ഗൈസ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. എൻട്രൻസ് ഫീ 200 ബാത്ത്. പിന്നെ ബോട്ട് റൈഡ് എൻട്രൻസ് ഫീ സൗവനീർ സ്നാക്ക് 800 പെർ പേഴ്സൺ. സ്നാക്ക് പ്ലസ് താഴെ ഡ്രസ്സും കൂടെ ചേർത്താണ് 1200. ഗൈസ്, നമ്മൾ ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട്. സ്റ്റിക്കർ എന്നോട് ഇത് ഒട്ടിക്കണമെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. നമ്മളിനി എൻട്രൻസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ആ സ്റ്റിക്കർ നമ്മളെ ഡ്രസ്സിൽ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് കയറി. ഇതാണ് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രൻസിലുള്ള കാഴ്ചകൾ. കുറച്ച് സ്റ്റാച്യൂസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡ്രോയിങ്സ് കുട്ടികൾ വരച്ചതിനെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറച്ച് ഡ്രോയിങ്സ് കാണാം. യെല്ലോ ഓയിൽ, നല്ല ഓയിലാണ്. ഇവിടെ ഈ പെയിൻറ്റിങ്സ് ഉണ്ട്. ഒരു ഗ്ലോയിങ് ഒരു ലുക്കുണ്ട് സംഭവം. നല്ലൊരു ഭംഗിയുള്ള പെയിൻറ്റിങ്സുകളാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകാം. ഇവിടെ എന്തൊക്കെയോ ഹെർബൽ പൗഡറോ അങ്ങനെ എന്തൊക്കെയോ വിൽക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോസ്, നമ്മൾ ഇവിടെ നിന്ന് എവിടെയെങ്കിലൊക്കെ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് അവർ പ്രിൻ്റ് ചെയ്ത് തരും. ഇവിടെ ശാമ്പ്രാണി അങ്ങനെയുള്ള സംഭവം. ഇവിടെ എന്താ ബാൻഡ് നടക്കുവാണ്. കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടെ ഐസ്ക്രീം, ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങൾ. അങ്ങനെ നമ്മൾ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. ഇപ്പം ഇവിടെ ബ്രിഡ്ജുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ബ്രിഡ്ജുകൾ. അവിടെ ബോട്ടിൽ കുറച്ച് പേര് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഡ്രസ്സുകളുടെ കുറേ ഷോപ്പുകളുണ്ട്. ഡ്രസ്സ് ഐറ്റംസ് കിട്ടുന്ന കുറേ ഷോപ്പ്സ് ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇവിടെ കുറേ ഡ്രസ്സുകൾ കിട്ടുന്ന ഷോപ്പ്സ് ഉണ്ട്. എല്ലാത്തിലും തായ്ലാൻഡും ബാങ്കോക്കും എന്നൊക്കെ എഴുതിയേക്കും. ജെൻസിൻ്റെ മിക്കതിലും മെയ്ഡ് ഇൻ തായ്ലാൻഡ് കേക്ക് ഇങ്ങനെയൊക്കെ എഴുതിയേക്കും. റേറ്റ്സും അഫോർഡബിൾ ആയിരിക്കും. ഒരു 200 നമുക്ക് ടീഷർട്ട് കിട്ടുകയാണെങ്കിൽ നാട്ടിലൊരു 300 സംതിങ് 400 സംതിങ് ഒക്കെ ആവത്തുള്ളൂ. ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. ഫ്രൈഡ് ഡക്ക് മൗത്ത് ഫുഡ് ഐറ്റംസാണ്. കുറച്ച് ക്രാബുകളാണ്. ഇത് പ്രോൺസ്,
ഓ, ഇത് താറാവിൻ്റെ വായാണ്. ഇതൊക്കെ ഇവരെങ്ങനെ കഴിക്കുന്നത്? ഇത് സ്ക്വിഡാണ്. ഈച്ചയൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള പുതിയ ടെക്നിക്കാണ് ഈ സംഭവം. ഈച്ചയൊന്നും വന്നിരിക്കത്തില്ല. ഇതെന്താ സ്ക്വിഡാണ് കൊടുക്കുന്നത്. ഇവിടെ മാംഗോ സ്റ്റിക്കി റൈസ്, ഇവിടെ ഫ്രഷ് ഫ്രൂട്ട് സ്മൂത്തി ആക്കി തരും, ജ്യൂസ്. പിന്നെ ഡ്യൂറിയാനുണ്ട്. ഡ്യൂറിയനാണ് ഈ ഇരിക്കുന്നത്. ഇനി വല്ലാത്തൊരു മണോ, ഒരു ചക്കപ്പഴത്തിൻ്റെ മണോ, പക്ഷേ ഭയങ്കര ഒരു മണോ. ഇത് ഹോട്ടലിലൊക്കെ ബാൻഡാണ്, ഹോട്ടലിൽ ഒന്നും കൊണ്ട് കയറാൻ പറ്റത്തില്ല. ഇവിടെ ലൈറ്റേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ. If you're flying too close to the sun, 'cause you're gonna get burned.